വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. CPM-ന്റെ മുൻ MLA ഐഷ പോറ്റി CPM വിടാൻ പോവുകയാണ്. ഇന്ന് കൊട്ടാരക്കര കലൈപുരത്ത് നാളെ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഐഷ പോറ്റി എത്തുന്നതോടെയാണ് CPM വീടുമെന്ന സൂചന ശക്തമായത്. CPM പരിപാടിയിൽ ചുമ്മാ പോയിരിക്കുകയാണെന്നും ഇനി കേൾവിക്കാരിയായി ഇരിക്കാൻ താനില്ലെന്നുമാണ് അവർ തുറന്നടിച്ചത്. ആത്മാഭിമാനവും വ്യക്തിത്വവും പണയപ്പെടുത്താനില്ലെന്നും ആണ് ഐഷ പോറ്റി നടത്തുന്ന പ്രതികരണം. ഇതോടുകൂടി ഐഷ പോറ്റി CPM വിടുന്നുവെന്നും കോൺഗ്രസിൽ ചേരാനുള്ള സാധ്യതകളും കൂടുതൽ ശക്തമാവുകയാണ്. ഉമ്മൻചാണ്ടിയുമായുള്ള ആത്മബന്ധം കൊണ്ടാണ് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നായിരുന്നു അവർ ആദ്യം നടത്തിയ പ്രതികരണം. പക്ഷേ വീണ്ടും CPM-നെതിരെ അതിശക്തമായ പ്രതികരണങ്ങളുമായിട്ടാണ് ഐഷ പോറ്റി രംഗത്ത് വന്നത്. ഇപ്പോഴും നല്ല എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നുണ്ട്. എന്നെ വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം. പക്ഷെ ചുമ്മാ വിളിച്ച് അവിടെ പോയി ഇരിക്കുന്നതിനൊന്നും ഞാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും കാലം ഒരു പ്രൊഫഷൻ നോക്കി അത് കഴിഞ്ഞ് കുറേ നാൾ ജില്ലാ പഞ്ചായത്തും MLA ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ചുമ്മാ കേൾവിക്കാരിയായിട്ട് പോയി ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന പരിപാടിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം, അത് എൻ്റെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ പണയം വെച്ചിട്ട് ഒരു കാര്യത്തിലും പോകില്ല. നമുക്ക് അർഹമായിട്ടുള്ളൊരു പരിഗണന തരണ്ടെങ്കിൽ അവിടെ പോകത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊന്നുമില്ല. എന്നെ പരിഗണിച്ചോണെന്ന് എവിടെ പറഞ്ഞേക്കുന്നു? അതൊന്നുമില്ല. അതൊക്കെ മനുഷ്യൻ്റെ ബോധ്യത്തിൽ വരുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോഴും നല്ല എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നുണ്ട്. എന്നെ വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം. പക്ഷെ ചുമ്മാ വിളിച്ച് അവിടെ പോയി ഇരിക്കുന്നതിനൊന്നും ഞാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും കാലം ഒരു പ്രൊഫഷൻ നോക്കി അത് കഴിഞ്ഞ് കുറേ നാൾ ജില്ലാ പഞ്ചായത്തും MLA ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ചുമ്മാ കേൾവിക്കാരിയായിട്ട് പോയി ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന പരിപാടിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം, അത് എൻ്റെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ പണയം വെച്ചിട്ട് ഒരു കാര്യത്തിലും പോകില്ല. നമുക്ക് അർഹമായിട്ടുള്ളൊരു പരിഗണന തരണ്ടെങ്കിൽ അവിടെ പോകത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊന്നുമില്ല. എന്നെ പരിഗണിച്ചോണെന്ന് എവിടെ പറഞ്ഞേക്കുന്നു? അതൊന്നുമില്ല. അതൊക്കെ മനുഷ്യൻ്റെ ബോധ്യത്തിൽ വരുന്ന കാര്യങ്ങളല്ലേ. ഇതാണ് ഐഷ പോറ്റി പറയുന്ന കാര്യം. കൃത്യമായി CPM-നെതിരെ, അതായത് CPM വേദികളിൽ അർഹമായ പരിഗണന കിട്ടുന്നില്ല, തൻ്റെ വ്യക്തിത്വം പണയപ്പെടുത്തി ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം വേദികളിൽ പങ്കെടുക്കാനില്ല. അതായത് CPM-വുമായുള്ള അകൽച്ച തന്നെയാണ് അവർ കൃത്യമായി തന്നെ പങ്കുവയ്ക്കുന്നത്. അതിനപ്പുറം CPM-വുമായി വലിയ തരത്തിലുള്ള ഒരു പോരിൻ്റെ സൂചനകൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ പുതിയ ഒരു രാഷ്ട്രീയം സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഐഷ പോറ്റിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഐഷ പോറ്റിയുടെ ചിത്രം വെച്ചാണ് കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടി അനുസ്മരണ പോസ്റ്റർ കോൺഗ്രസ് നേതൃത്വം പുറത്തിറക്കിയിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ. ഐഷ പോറ്റിക്കായി കോൺഗ്രസിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രതികരണം. ആണ് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടത്, അവരുടെ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. പക്ഷെ അവർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് അവർ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ, കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ മതേതര പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ തീർച്ചയായും ഞങ്ങളത് ചർച്ച ചെയ്യും. തീർച്ചയായും ഞങ്ങൾ അവരുടെ മുന്നിൽ ഞങ്ങളുടെ വാതിൽ കൊട്ടിയടക്കത്തില്ല. കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ തന്നെ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പിൽ തന്നെ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച് ചർച്ച ചെയ്തപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നാൽ അതിനെ സ്വാഗതം ചെയ്യും, ഐഷ പോറ്റിയുടെ മുന്നിൽ കോൺഗ്രസിൻ്റെ വാതിൽ കൊട്ടിയടക്കപ്പെടില്ല എന്ന് നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പിലെ പ്രമേയം തന്നെ പറഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ച കഴിഞ്ഞാണ് കലൈപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണം നടക്കുന്നത്. എന്തായാലും ഇത് സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി മാറുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുന്നതിനിടെ CPM-ന്റെ പ്രമുഖയായ ഒരു MLA ആയിരുന്ന പ്രധാനപ്പെട്ട നേതാവായിരുന്ന വ്യക്തി കൊട്ടാരക്കരയിൽ നിന്നും കോൺഗ്രസ് ക്യാമ്പിലേക്ക് മാറുകയാണോ എന്ന സൂചനകൾ സജീവമാവുകയാണ്. BB അരുൺ, S വിരീഷ് നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അരുൺ, അല്പസമയം മുമ്പ് കൊല്ലത്തെ പ്രധാനപ്പെട്ട CPM നേതാക്കളെ ബന്ധപ്പെടുമ്പോൾ അവർ ഐഷ പോറ്റി CPM വിടില്ല എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും പങ്കുവയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഐഷ പോറ്റിയും CPM നേതൃത്വവും തമ്മിലുണ്ടായ അകൽച്ച എന്താണ്? പരിഗണന കിട്ടിയില്ല. MLA സ്ഥാനത്ത് 2 ടൈമിൽ ഇരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും ടൈം വ്യവസ്ഥയിൽ മാറേണ്ടി വന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഇവർക്ക് പാർട്ടിയുമായുള്ളൂ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇക്കാര്യത്തിൽ CPM നൽകുന്ന വിശദീകരണം എന്താണ്? സ്ഥലത്ത് ഐഷ പോറ്റി 2006 R ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചാണ് ആദ്യം നിയമസഭയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം 2006 തെരഞ്ഞെടുപ്പ് വളരെ പ്രത്യേകത തെരഞ്ഞെടുപ്പായിരുന്നു. UDF-ന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളൊക്കെ തോറ്റൊരു തെരഞ്ഞെടുപ്പ്. അവിടെ കൊട്ടാരക്കരയിൽ R ബാലകൃഷ്ണപിള്ള പരാജയപ്പെടുമെന്നത് ആ ഘട്ടത്തിൽ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അങ്ങനെ വൻമരങ്ങൾ വീണ ആ തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ളയെ അക്ഷരാർത്ഥത്തിൽ കടമുഴക്കി എന്ന് തന്നെ പറയണം. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഐഷ പോറ്റി നിയമസഭയിലേക്ക് എത്തുന്നത്. തുടർന്ന് 2011-ലും 2016-ലും അവർ MLA ആയി. ഓരോ തവണയും ഭൂരിപക്ഷം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. 40,000-ൽ മേൽ ഭൂരിപക്ഷമായത് 2016-ൽ അവർക്ക് ഉണ്ടായിരുന്നത്. വലിയ ഇടതു തരംഗത്തിലും പ്രതിപക്ഷം അല്ലെങ്കിൽ അന്നത്തെ UDF ജയിച്ചു വന്ന 2011-ലുമൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന്
ഐഷ പോറ്റി നിയമസഭയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം 2016 തന്നെ അവരെ അവിടെ നിന്ന് മാറ്റാൻ CPM ആലോചിച്ചു. രാജഗോപാലിനെ മത്സരിപ്പിക്കാനാണ് CPM ജില്ലാ കമ്മിറ്റി ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. പക്ഷേ ഐഷ പോറ്റി വലിയ സമ്മർദ്ദ തന്ത്രവുമായി രംഗത്ത് വന്നു. അവർ ആ സീറ്റ് അവർ നേടിയെടുക്കുകയായിരുന്നു. അവർ മത്സരിക്കാൻ അവർക്ക് ആ സീറ്റ് സർക്കാർ സീറ്റ് ആദ്യം ആലോചിച്ചില്ല. അവർ പക്ഷേ ആ സീറ്റ് കുറച്ച് സമ്മർദ്ദം ചെലുത്തി തന്നെ CPM നിന്ന് വാങ്ങിയെടുക്കുകയായിരുന്നു. അവർ വീണ്ടും അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് നിയമസഭയിലേക്ക് എത്തി. 2021 സ്വാഭാവികമായും CPM തീരുമാനമെടുത്തത് 2 ടേമിൽ തുടർച്ചയായി മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അവിടെ 3 ടേം തുടർച്ചയായി മത്സരിച്ച ഐഷ പോറ്റിക്ക് മാറേണ്ടി വന്നു. അപ്പോഴും അവർക്ക് വീണ്ടും മത്സരിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നുവെന്ന് അവർ നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷെ അവർക്ക് സീറ്റ് നൽകിയില്ല. എല്ലാവരും മാറുമ്പോൾ അവരും മാറേണ്ടി വന്നു. അതിനുശേഷം അവർ ചില പദവികൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പദവികൾ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില പദവികൾ അവരത് പ്രതീക്ഷിച്ചത് ദേവസ്വം ബോർഡ് അംഗത്വമായിരുന്നു. ദേവസ്വം ബോർഡ് അവരെ പരിഗണിക്കുമെന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അവരെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാക്കുമെന്ന സൂചനകൾ വന്നിരുന്നു. അതും ഉണ്ടായില്ല. പിന്നെ പതിയെ അവർ പാർട്ടിയിൽ നിന്ന് അകലുകയായിരുന്നു. അവർക്ക് കൃത്യമായി ചുമതലയൊന്നും CPM നൽകിയില്ല. ജില്ലാ കമ്മിറ്റി അംഗമെന്ന ചുമതലയിൽ മാത്രമാണ് ഐഷ പോറ്റി പിന്നീട് അങ്ങോട്ട് 2021 മുതൽ CPM-ലുള്ളത്. ലോയേഴ്സ് അഭിഭാഷക സംഘടനയുടെ CPM അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന ട്രഷറർ പദവിയിലുമുണ്ട്. പക്ഷേ അതുമുതൽ ഒരു അകലം CPM-ഉം ഐഷ പോറ്റിയുമായി ഉണ്ടായിരുന്നു. ആ അകലം പൂർണ്ണമാകുന്നു എന്നത് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ പോലും അവർ പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവരെ ഒഴിവാക്കി. പിന്നീട് ഏരിയ കമ്മിറ്റിയിൽ ഐഷ പോറ്റിയെ നേതൃത്വം ഇടപെട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉൾപ്പെടുത്തുകയായിരുന്നു. CPM-ന്റെ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗമാണ്. പക്ഷേ അപ്പോഴും പാർട്ടി പരിപാടികളിലോ പാർട്ടി പദവികളിലോ തുടരാൻ താല്പര്യമില്ല. പരിപാടി പങ്കെടുക്കാനും പദവികൾ തുടരാൻ താല്പര്യമില്ലെന്ന് ഐഷ പോറ്റി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് വേദിയിൽ പങ്കെടുക്കാനുള്ള തീരുമാനം. ഉമ്മൻചാണ്ടിയോടുള്ള വ്യക്തിപരമായ ഇഷ്ടത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുമായിട്ട് വ്യക്തിപരിചയത്തിന്റെ പേരിൽ പരിപാടി പങ്കെടുക്കുന്നു എന്നാണ് അവർ പറയുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നീക്കമായി തന്നെ ഇതിനെ കാണണം. കോൺഗ്രസ് നേതൃത്വം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല പഴകുളം മധു രാവിലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് ഐഷ പോറ്റി അങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം. അവർ പിന്നീട് നമ്മുടെ പ്രതിനിധി ഗിരീഷ് സംസാരിക്കുമ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞെങ്കിൽ പോലും അവർ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് പഴകുളം മധു നമ്മുടെ ചർച്ചയിൽ തന്നെ ഇന്ന് വ്യക്തമാക്കിയത്. അതായത് ഐഷ പോറ്റി കോൺഗ്രസുമായി അടുക്കുകയാണ്. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നല്ല കേരളത്തിൽ തന്നെ അവർക്ക് CPM-ൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. കാരണം കൊട്ടാരക്കരയിൽ അവർ CPM-ന്റെ പാർട്ടി വോട്ടുകളുടെ ബലത്തിൽ മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർ വളരെ വിപുലമായ വ്യക്തിബന്ധം അവർക്ക് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിൽ തുടങ്ങി അവർ MLA ആയ ശേഷവും വളരെ വിപുലമായ വ്യക്തിബന്ധം അവർക്ക് അവിടെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയ ഭേദമല്ലാത്ത വ്യക്തിബന്ധങ്ങൾ അവർക്ക് ഉണ്ട്. 3 ടേം 15 വർഷം എന്ന വലിയ കാലയളവ് തുടർച്ചയായി MLA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കിട്ടാവുന്ന ഒരു ബിഗ് ക്യാച്ച് എന്ന് തന്നെ പറയണം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരികയും അവിടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്താൽ, അങ്ങനെ വന്നാൽ CPM-ന് ശക്തമായ സ്വാധീനമുണ്ടെങ്കിൽ പോലും KN ബാലഗോപാൽ എന്ന കേന്ദ്ര